C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ശാലിനി ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല ആന്റി. ഇപ്പൊ തന്നെ ഓരോരുത്തര് ആന്റിക്ക് ഇഷ്ടമാകില്ലെന്ന് അറിഞ്ഞിട്ടും അവളുടെ പിന്നാലെ പോയത് കണ്ടില്ലേ? അവളെ ഇനിയും അവരൊക്കെ റോഡിൽ വെച്ചും വേണ്ടി വന്ന വീട്ടിൽ പോയൊക്കെ കണ്ടെന്നിരിക്കും. ചുരുക്കി പറഞ്ഞ ബന്ധം തുടരും. ഇത്രയൊക്കെ ചെയ്തിട്ടും അവള് വലിയ മഹതിയാണെന്നാണല്ലോ ഓരോരുത്തർ പറയുന്നത്. ശാലിനിയുമായി ഇനി ആരെങ്കിലും ഫോണിലോ നേരിട്ടോ സംസാരിക്കുകയോ കണ്ടെന്നോ ഞാൻ അറിഞ്ഞ പിന്നെ സത്യഭാമയ്ക്ക് അവരുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇതൊരാജ്ഞയല്ല, പ്രതിജ്ഞയാ. ഞാൻ കാരണം നീ കാരണമല്ല മോളെ. ഓരോന്ന് സംഭവിക്കണമെന്ന് വിധിയുണ്ടെങ്കിലേ അത് സംഭവിക്കൂ. പക്ഷേ ശാരദാമ്മ പറഞ്ഞ പോലെ സത്യത്തിന്റെ സൂര്യനെ എക്കാലവും മറച്ചുവെക്കാൻ കഴിയില്ല. അതെന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യും. ഒന്ന് രണ്ട് ഒപ്പിട്ടാ മതി, ഞങ്ങള് പിന്നെ വന്ന് വാങ്ങിച്ചോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കുഞ്ഞേച്ചി, ശാലിനി, എന്താ മോളെ ബാഗൊക്കെ ആയിട്ട്? തൊട്ട് പോരുതവളെ. ഇനിയെങ്കിലും നീ സത്യം പറയ്, എന്നിട്ടാവും വിശേഷം പറച്ചിലൊക്കെ. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. കൂടുതലൊന്നും എനിക്ക് പറയാനുമില്ല. അമ്മ കൂടുതൽ പറയാൻ വരട്ടെ. എന്താ അമ്മയുടെ കയ്യില്? അതാദ്യം പറ. ഞാൻ അറിയാതെ എന്താ രാജേശ്വരിയും ബാലചന്ദ്രനുമായിട്ടുള്ള ഇടപാട്? അതാദ്യം പറ. അത് കഴിഞ്ഞ് മതി എന്നോടുള്ള വിചാരണ. അവള് രക്ഷപ്പെട്ടു പോകുന്ന കണ്ടില്ലേ? എന്താ അമ്മേ, എന്താ അവള് ചെയ്ത്? എടി, അവക്ക് വിശേഷമുണ്ടെന്ന്. പക്ഷേ അവൾ അവളുടെ ഭർത്താവുമായിട്ട് ഒന്നിച്ചിട്ടില്ലതാനും. അമ്മേ, ഇതിനേക്കാൾ വലിയ നിലവിളി എന്റെ തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. പക്ഷേ അകം വേവുന്നത് പുറം അറിയണ്ട. അവളോട് ഇനി ചോദ്യം പറച്ചിലൊന്നുമില്ല. മറുപടി പറയേണ്ടത് അവനാ. അവൻ വരൂ ഈ മുറ്റത്ത്. നീ വാ. പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. വിഷ്ണു, ഇവിടെ വാ. എന്താ
ഇതിലൊന്ന് ഒപ്പിട്ടിട്ട് പോണം. എന്താ ഇത്? ശാലിനിയിൽ നിന്നും നിയമപരമായി വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി. അമ്മ അച്ഛോ, ഇത് എന്തൊക്കെയാണ് അച്ഛാ? ഭാമേ, ഞാൻ പറയുന്ന ഒന്ന്. രാഘവൻ ഇതിൽ ഇടപെടരുത്. ഇത് ഈ തറവാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നോ? ഒപ്പിട്. അമ്മേ, ശാലിനി ഒരു പാവമാണ് അമ്മേ. ആയിക്കോട്ടെ, നീ ഒപ്പിട്. അമ്മേ, അതിന് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതെ അമ്മേ, അത് നിങ്ങൾ രണ്ടുപേരുമാണോ തീരുമാനിക്കുന്നത്? സത്യഭാമയുടെ കോടതി മുമ്പേ അവൾക്കുള്ള വിധി എഴുതി കഴിഞ്ഞു. ഇത് നാടിന്റെ നിയമത്തെ ഒന്ന് മാനിക്കുന്നുവെന്ന് മാത്രം. അമ്മേ, എല്ലാം തുറന്നു പറയാൻ ശാലിനി കുറച്ച് സമയം മാത്രമേ സാവകാശം ചോദിക്കുന്നുള്ളൂ. അതിനുശേഷം അവൾ എല്ലാ സത്യം തുറന്നു പറയൂ അമ്മേ. ഞാനേ അവൾക്ക് അനുവദിച്ച സമയം എപ്പോഴേ കഴിഞ്ഞു. ഭാമേ, അമ്മ എന്താ ഇത്? അടുക്കരുതാരും. അമ്മേ, വേണ്ട. നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യം സ്വന്തം വീട്ടിൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനായിട്ട് ഈ സത്യഭാമ ഇനി ബാക്കി ഉണ്ടാവില്ലടാ. ഭാമേ. അമ്മേ, അമ്മ വേണ്ട. അമ്മ, ഞാനല്ല പറയുന്നത്, വേണ്ട. നീ ഒപ്പിടുന്നോ ഇല്ലയോ? ഡാ, അമ്മ, ഞാനൊന്നും. നീ ഒപ്പിടുന്നോ ഇല്ലയോ? ത്രീ, അമ്മ, വേണ്ട. 2, 1. ഇപ്പൊ നിനക്ക് എന്നെ തടയാവൂടാ, പക്ഷേ എപ്പോഴും നിനക്കതിനായെന്ന് വരില്ലടാ. വിശ്വസിക്കുന്ന സകല ദൈവങ്ങളെയും സാക്ഷിയാക്കി ഞാൻ പറയാ, എന്റെ മകൻ എന്റെ വാക്കനുസരിക്കാത്ത പക്ഷം നാളത്തെ സൂര്യോദയം കാണാൻ ഈ സത്യഭാമ ഉണ്ടാവില്ലടാ. ഈ സത്യഭാമ ഉണ്ടാവില്ല. നീ നോക്കിക്കോടാ. അമ്മ, ഇപ്പൊ ഞാൻ എന്താ വേണ്ടേ? ഇതിൽ ഒപ്പിടണം അല്ലേ? വക്കീലേ, എവിടെ ഒപ്പിടണ്ട പറ. വിടറി, ഒപ്പിട്ട് കൊടുത്തേക്കാം. എവിടെ വക്കീലേ, എവിടെ ഒപ്പിടേണ്ടത് പറ. ഇവിടെ. പെൺകുട്ടിയെ കൊണ്ടുകൂടി ഒന്ന് സൈൻ ചെയ്യിക്കണേ. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോ പെട്ടെന്ന് കിട്ടും. പെൺകുട്ടിയെ കൊണ്ടുകൂടി ഒന്ന് സൈൻ ചെയ്യിക്കണേ. മ്യൂച്വൽ ഡിവോഴ്സ് ആകുമ്പോ പെട്ടെന്ന് കിട്ടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി സാർ. ഞാനല്ലേ പറയുന്നത്, കേറ്.
നോക്ക്, ഈ കണ്ണുകള് ഇനി നിറയരുത്. അതിനു വേണ്ടി ഞങ്ങളൊക്കെ ജീവിക്കുന്ന. ഇതെന്താ? പ്രീതി, നിനക്ക് ഈ സാമാന്യ ബോധം എന്ന് പറഞ്ഞ സാധനമൊന്നുമില്ലേ? അർജുനേട്ടാ, ഞാൻ ഒരു തവണ കട്ട് ചെയ്യുമ്പോ മനസ്സിലാവില്ലേ ഞാൻ എന്തെങ്കിലും എമർജൻസിയിലോ അർജന്റ് മീറ്റിംഗിലോ ആയിരിക്കുമെന്ന്? പിന്നെന്തിനാ നീ 100 വട്ടം തുടരെ ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കില്ലേ? ഒരു പ്രധാന കാര്യം പറയാൻ അർജുനേട്ടാ. ഞാൻ നിനക്ക് എന്താ ഇത്ര വലിയ ഇന്റർനാഷണൽ പ്രശ്നം അവിടെ? നീ കുഞ്ഞിന്റെ കാര്യം പറയാൻ വിളിക്കുന്നതല്ലേ? പ്രീതി, ലോകത്ത് നീ മാത്രമൊന്നുമല്ല അമ്മയാവുന്നത്. മിക്കവാറും എല്ലാ ജീവജാലങ്ങളും കുഞ്ഞുങ്ങളെ പ്രസവിക്കാറുണ്ട്. മനുഷ്യനാണെങ്കിൽ അത് 9 മാസവും 9 ദിവസവും. അതൊക്കെ നോർമലായിട്ട് അങ്ങ് നടന്നോളും. ശരി അർജുനേട്ടാ, ഞാൻ ഫോൺ വെക്കാം. ആ 30 പവനിന് നമുക്ക് കിട്ടത്തില്ലേ? അതൊരു ചോദ്യമാണ്. സത്യഭാമയുടെ മകന് ശാരദാമ്മയൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. പെണ്ണവിടെ നിൽക്കുന്നോണ്ട് ഒരു ചൂടുണ്ടാവും. ശാരദാമ്മയുടെ അടുത്ത് ഒരു പുളുങ്കുരുവും ഇല്ല. പിന്നെ സത്യഭാമയുടെ മോന്റെ കാര്യം, അവർക്ക് അവനുമായിട്ട് ബന്ധമൊന്നുമില്ലാന്ന് അന്ന് കല്യാണ പന്തലിൽ വെച്ച് സത്യഭാമ പ്രഖ്യാപിച്ചതല്ലേ. വേറെ വേലയും കൂലിയൊന്നും ഇല്ലാത്ത അവൻ എവിടെ പോയി ഉണ്ടാക്കാനാ 30 പവൻ? അതും ശരിയാ. നമ്മുടെ ഭാഗത്തുനിന്നൊരു ബുദ്ധിമോശം സംഭവിച്ചു വിധിയെ. അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് മനസ്സിലായപ്പോ ഒതുക്കത്തിൽ ശാരികയങ്ങ് അടിച്ചിറക്കി വിട്ടാ മതിയായിരുന്നു. അവളെയും തൂക്കിയെടുത്തോണ്ട് സത്യഭാമയുടെ വീട്ടിൽ കൊണ്ടുപോയതോടെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ. ഇനിയിപ്പോ കല്യാണക്കാരി അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? അതിനൊക്കെ വഴിയുണ്ട്. നമ്മള് തക്കലയ്ക്ക് മുങ്ങിട്ട് വേറെ കല്യാണം നടത്തിയ ഒരു കുഞ്ഞും അറിയില്ല. എന്നാലും ശാരിക അവകാശം പറഞ്ഞോണ്ട് വരില്ലേ?
ആയുസാ. ഈ പിശാചിനെ തല്ലിക്കൊന്നാലും ചാവത്തില്ലല്ലോ. ഇവൾ എന്ത് ഭാവിച്ചാ അമ്മയും കൂട്ടി വന്നിരിക്കുന്നത്? മെഡിസിൻസ് ഒക്കെ ഞാൻ ഫോൺ വഴി പറഞ്ഞിരുന്നല്ലോ. ഇനി പ്രോബ്ലം? കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ ഡോക്ടർ. എന്താ പ്രശ്നം? സത്യം അറിഞ്ഞോ? ശാലിനി എവിടെ? ചേട്ടാ ഒന്ന് പെട്ടെന്ന് പോവോ? പരമാവധി വേഗത്തിലാ വച്ച പോയിക്കൊണ്ടിരിക്കുന്നേ. ഇനി സ്പീഡ് കൂടിയാ നമ്മളങ്ങ് എത്തില്ല. പ്രീതി എന്തൊന്നും സംസാരിക്കാത്തെ? എന്തിനാ എന്നെ കാണാൻ വന്നേ? എനിക്ക് അബോർഷൻ വേണം ഡോക്ടർ. വാട്ട്? പ്രീതി എന്തൊക്കെയാ പറയുന്നേ? സ്വബോധത്തോടെ തന്നെയാണ് ഇയാൾ സംസാരിക്കുന്നേ? നല്ല ബോധത്തോടെ തന്നെയാ ഡോക്ടർ. ഒരുപാട് ജീവിതങ്ങൾ തകരാതിരിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം. അതിനുള്ള കാരണം എന്താന്ന് പറയൂ പ്രീതി. പറയാം ഡോക്ടർ. ആരാ പ്രഗ്നന്റ്? അമ്മേ, ഞാനാ പ്രഗ്നന്റ്. പറയണം ഡോക്ടർ. ഇനി എന്തു ദുരന്തം ഈ പ്രഗ്നൻസി കൊണ്ട് ക്ഷണിച്ചു വരുത്തേണ്ടത്? എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ശാലിനി എല്ലാം ഏറ്റെടുത്തു. ഞാൻ ചെയ്ത തെറ്റിന് ബലിയാടായി. ശാലിനിയെ പിഴച്ചവളെന്ന് പോലും വിളിച്ചു സുസ്മിത. എല്ലാ അപമാനങ്ങൾക്കും അവഹേളനങ്ങൾക്കും മുന്നിൽ കൈയും കെട്ടി നിന്നു ശാലിനി ഈ കുഞ്ഞിന് വേണ്ടി. മതി ഡോക്ടർ, ഇത്രയും മതി. ഞാനോ എന്റെ കുഞ്ഞോ കാരണം ഇത്രയും നല്ല മനസ്സുള്ള ശാലിനിയുടെ ജീവിതം തകരാൻ പാടില്ല. ദൈവം പൊറുക്കില്ല എന്നോട്. ഇതിങ്ങനെ മുന്നോട്ട് പോയാ ശാലിനിയും വിഷ്ണുവിനെ തമ്മിൽ പിരിച്ചിരിക്കും അമ്മ. പ്രാണം കൊടുത്ത് പരസ്പരം സ്നേഹിക്കുന്നവരാ വിഷ്ണുവിനും ശാലിനി. ഇനിയും ജനിക്കാത്ത കുഞ്ഞിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആപത്തുണ്ടായിക്കൂടാ. ഇതിങ്ങനെ തീരട്ടെ. ശാലിനി അറിഞ്ഞോ പ്രീതിയുടെ ഈ തീരുമാനം? ജീവിക്കാൻ കൊതിയുണ്ടമ്മേ. പിച്ച വെച്ച് നടക്കാനും പൂമ്പാറ്റകളെയും പൂക്കളെയും കാണാൻ എനിക്ക് ആശയുണ്ടമ്മേ. പിന്നെ എനിക്ക് അമ്മയുടെ കൂടെ കളിക്കണം. അച്ഛന്റെ കൈവിരൽ പിടിച്ച് നടക്കണം. രണ്ടുപേരുടെ നടുവിൽ കിടന്നുറങ്ങണം. അങ്ങനെ ഒരുപാട് ആശയുണ്ടമ്മേ. അച്ഛനും കൂടെ എന്നെ വേണ്ടേ അമ്മേ? എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ലേ അമ്മേ? മോനെ അമ്മയോട് പൊറുക്കണം. മോനെ കൊല്ലാൻ അമ്മയുടെ മനസ്സനുവദിക്കുന്നില്ല. പക്ഷെ അമ്മയുടെ അവസ്ഥ ഇതായിപ്പോയി. ഭാഗ്യം കിട്ടൊരു അമ്മയുടെ വയറ്റിൽ ജന്മമെടുത്തുന്നുള്ളത് മാത്രം മോൻ ചെയ്ത തെറ്റ്. എനിക്ക് നിന്നെ രക്ഷിക്കാനാവില്ല മോനെ. ഭാഗ്യദോഷിയായി അമ്മയോട് മാപ്പാക്ക്. എന്തായി പ്രീതി? നന്നായി ആലോചിച്ചു ഇയാള്? ആലോചിച്ചു ഡോക്ടർ. അവസാന തീരുമാനമാണോ ഇത്? അതെ. നിന്റെ ഇപ്പോഴത്തെ അക്ഷമയുടെ കാര്യം എനിക്ക് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞാൽ മനസ്സ് മാറിയേക്കുമെന്ന പേടിയല്ലേ? ഞാൻ
ഇതുപോലെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവസാനമായി ഒന്നുകൂടി ചോദിക്കാം, ഇത് വേണോ? മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ആര് വിചാരിച്ചാലും ഈ കുഞ്ഞിനെ രക്ഷിക്കാനാവില്ല. പ്ലീസ് ഡോക്ടർ, എന്നോട് കരുണ കാണിക്കണം. എനിക്ക് അബോർഷൻ വേണം. ശരി. പ്രീതി ഇവിടെ? ശാലിനി, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ പ്രീതിക്ക് ഒരേ വാശി. ഡോക്ടർ, ഒരു 5 minutes ഞാനൊന്ന് സംസാരിച്ചോട്ടെ പ്രീതിയോട്? തൊടരുതെന്നെ പ്ലീസ് ശാലിനി, എന്നെ വിട്ടുകളയല്ലേ. തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. ഇത്രയൊന്നും ആലോചിച്ചില്ല ഞാൻ. അപ്പോഴത്തെ ഒരു തോന്നലിന് ചെയ്യാൻ ഒരുങ്ങിയതാ. പൊറുക്കണം. ക്ഷമിക്കണേ ശാലിനി. ചെയ്ത തെറ്റിന്റെ ആഴം എന്താണെന്ന് ബോധ്യമുണ്ടോ പ്രീതിക്ക്? ഉണ്ട് ശാലിനി. സ്വന്തം ജീവൻ കൊടുത്തും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നവളാ അമ്മ, കുഞ്ഞിന്റെ പ്രാണൻ എടുക്കുന്നവളല്ല. പൊറുക്കണ ശാലിനി. ജീവൻ കൊടുക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അതെടുക്കാനുള്ള അധികാരമുള്ളൂ. ശാലിനി, ഞാനിനി ഇത് ആവർത്തിക്കില്ല ശാലിനി. ഇങ്ങനെയൊന്നും ചിന്തിക്ക പോലുമില്ല. എന്നെ ഒന്ന് വിശ്വസിക്ക്. എന്നെ വിശ്വസിക്കണം ശാലിനി. ശരി, വിശ്വസിക്കാം. അതുപോലെ പ്രീതിയും വിശ്വസിക്കണം. ശാലിനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ ത്രാണിയുണ്ടെന്ന്. ഡിവോഴ്സ് പെറ്റീഷനിലെ ഒരു കുഞ്ഞൊപ്പിനൊന്നും ശാലിനിയുടെയും വിഷ്ണുവിന്റെയും ബന്ധം തകർക്കാനാവില്ല. എന്നിട്ട് കടക്കാരൻ അത് ഊരി വാങ്ങിച്ചോണ്ട് പോയി. ഇത്രയും നാണം കെട്ട വർഗം സ്വർണം കൊണ്ടുവന്ന് കാട്ടിയിട്ട് തിരിച്ചു കൊണ്ടുപോകില്ലെന്നും മറിച്ച് വിൽക്കില്ലെന്നും നിനക്കെന്താ ഉറപ്പ്? വെറുതെ പേടിപ്പിക്കല്ലേ കൃഷ്ണൻകുട്ടി ചേട്ടാ. ഒന്നാമത്തെ അറ്റാക്ക് കഴിഞ്ഞിട്ടിരിക്കുക. വെറുതെ പേടിപ്പിച്ചതല്ല, ഞാനുള്ള കാര്യം പറഞ്ഞതാ. പണ്ടുള്ളവര് പറയും നമ്മുടെ കൈ നമ്മുടെ തന്നെ തലക്കിരിക്കണമെന്ന്. ഒപ്പിടുന്നോ ഇല്ലയോ? മനസ്സ് വിഷമിപ്പിക്കല്ലേ ആശാനെ. നടന്നതൊക്കെ എങ്ങനെ മറക്കൂടാ ശാലിനി? അവളെന്റെ പ്രാണനാ. പ്രാണം പോയ ഞാനൊരു ജീവശവ. ആന്റി, എന്തുപറ്റി? ആ ഡ്രൈവർ ഇന്ന് വരില്ലെന്നാ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഒരു അർജന്റ് മീറ്റിംഗും ഉണ്ട്. അതിനെന്താ ആന്റി, എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ, ഞാൻ കൊണ്ടുവിടില്ലേ. നിനക്കതൊരു ബുദ്ധിമുട്ടാവില്ല മോളെ? എന്ത് ബുദ്ധിമുട്ടാ ആന്റി?
വാസ്തവത്തിൽ ആന്റി എന്നെ പലയിടത്തുനിന്ന് ഒഴിവാക്കുന്നതാ എന്റെ സങ്കടം. ഒരു നിമിഷം ആന്റിയെ പിരിഞ്ഞിരിക്കാൻ വയ്യ എനിക്ക്. ആന്റിയല്ലേ എന്റെ പാഠപുസ്തകം. മോളെ, നീയായിരുന്നു എനിക്ക് മരുമകളായി വരേണ്ടിയിരുന്നത്. പകരമായി യക്ഷി വന്നു. സാരമില്ല ആന്റി, എല്ലാം ശരിയാവും. അത് മതി അച്ഛ. അച്ഛന്റെ പ്രാർത്ഥന എനിക്കൊരു ബലമോ. ദൂരെ ഒരു ദീപം ഉണ്ടെന്നൊരു പ്രതീക്ഷ മതി. എല്ലാം ഞാൻ സഹിച്ചോളാം, നേരിട്ടോളാം. സ്വന്തം അച്ഛനെന്നും അകറ്റി മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. അപ്പോഴെല്ലാം അമ്മയായിരുന്നു അഭയം. അമ്മയോട് എന്തും പറയാം. എന്റെ ജീവിതത്തില് അമ്മ അറിയാത്തൊരു രഹസ്യം ഉണ്ടായിട്ടില്ല ഇതുവരെ. പക്ഷേ ഇത് മാത്രം. അതുമല്ല, ജോലികളിലൊക്കെ നിന്നെ സഹായിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനൊരവസ്ഥയിലായിപ്പോയില്ലേ. കൃഷ്ണൻകുട്ടിച്ചേട്ടനാണെങ്കിൽ അതൊന്നും ചെയ്ത് ശീലവും ഇല്ല. സാരമില്ല ആന്റി, ഞാൻ ചെയ്തോളാം. എനിക്കതിൽ പരാതിയോ പരിഭവോ ഒന്നുമില്ല. അല്ല, നീ എന്താ കയ്യിലും കഴുത്തിലും ഒന്നും അധികം ആഭരണങ്ങളൊന്നും ഇടാത്തത്? വീട്ടിലും ഞാൻ ഇത്രയൊക്കെ ഇടാറുള്ളൂ. അതാ നല്ലത്. ഒരു പവൻ പൊന്നിനു വേണ്ടി ആളെ കൊല്ലുന്ന കാലോ. ചുറ്റുമുള്ളതൊക്കെ വാടക വീടുകളും. അവിടൊക്കെ താമസിക്കുന്നത് ഏത് രാജ്യക്കാരാ, ഏത് സ്വഭാവക്കാരാന്നൊന്നും അറിയില്ല. നീ കൊണ്ടുവന്ന സ്വർണ്ണം എവിടാ വെച്ചേക്കുന്നേ? അലമാരയിൽ ആന്റി. ഒന്നെടുത്തേ. വിശദമായിട്ടൊന്ന് കാണാൻ പറ്റിയില്ല ഇതുവരെ. അഷ്ടലക്ഷ്മി നെക്ലേസ്, പിന്നെ ഒരു മുല്ലമുട്ടുമാല ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? ഇപ്പൊ എല്ലാം ആയി. ഇത് 30 പവൻ തയ്ച്ചുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അയ്യോ, ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിരുന്ന എങ്ങനെയാ മോളെ? എന്താ ആന്റി? അയ്യോ മോളെ, ഞാൻ പറഞ്ഞില്ലേ കള്ളന്മാരുടെ കാര്യം. ചുറ്റും മോഷണങ്ങൾ നടക്കുന്നുണ്ട്. തീരട്ട് ഗ്രാമത്തിൽ നിന്നൊക്കെ കൂട്ടമായിട്ട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. ആണും പെണ്ണും കൊച്ചുങ്ങളും ഒക്കെ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ. രാജീവാണെങ്കിൽ മിക്കപ്പോഴും ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ അവരൊരു സൂക്ഷ്മതയില്ല. ജനലും വാതിലും ഒക്കെ തുറന്നു മലർത്തിയിട്ടേച്ച് അവനങ്ങ് പോവും. നീയാണെങ്കിൽ മിക്ക സമയം അടുക്കളയിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഇത് എന്റെ മുറിയിൽ വെക്കുന്നതാ മോളെ ബുദ്ധി. അതിനെന്താ, ആന്റി കൊണ്ടുപോയിക്കോ. അവിടുത്തെ അലമാരയ്ക്കാണെങ്കിൽ നല്ല പൂട്ടുണ്ട്. മുഴുവൻ സമയം ഞാൻ അവിടെ ഉണ്ടാവുമല്ലോ. താക്കോലാണെങ്കിൽ എന്റെ കയ്യിലും. അല്ല, മോളുടെ സ്വർണം ഞാനെടുത്ത് വെക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ ആന്റി, ഇത് എന്റെ സ്വർണ്ണമാണെന്ന് ആര് പറഞ്ഞു? ഇത് മുഴുവൻ രാജീവ് സാറിനുള്ളതല്ലേ. ഇങ്ങനെയാ തറവാട്ടി പറഞ്ഞ പെൺകുട്ടികള്.
മോക്ക് ഇതിന്ന് എന്ത് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും എടുക്കാം. എന്നോടൊരു വാക്ക് ചോദിക്കണമെന്ന് പോലും ഇല്ല. നിന്റെ അലമാര തന്നെയാ എന്റെ അലമാരയെന്ന് കൂട്ടിയാ മതി. വേണ്ട 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 അയ്യോ അയ്യോ ശാന്തം പാപം. എന്താ അത് മാറാ. എന്ത് മറയ്ക്കാൻ? അത് 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 ഇതെന്ന് പറയാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. അതിപ്പോ എന്താന്ന് പറയാൻ എനിക്ക് അറിയില്ല. അത് സാരി കൊണ്ട് പറ. സാരി ഉണ്ട് മറച്ചാ? മറച്ചോ? ആ മറച്ചു. ഇത് കണ്ടിട്ടാണോ ഇത്രയും ബഹളം വെച്ചേ? ഞാൻ വിചാരിച്ചത് ജനാലയ്ക്ക് പുറത്ത് വല്ല ക്യാമറ ഡാൻസ് നടക്കുന്നുണ്ടെന്ന്. ബെസ്റ്റ്. ക്യാമറ ഡാൻസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ല, അവര് നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ. ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ പ്രതിയാവണം. എന്താണാവോ ചെയ്യാത്ത കുറ്റം? അത് ഞാൻ നോക്കിന്ന് പറഞ്ഞിട്ട്. അതെ, ഈ നോക്കാതെ എങ്ങനെയാ കാണുന്നേ? ഇനിയിപ്പോ ഒന്ന് നോക്കിന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലേ? അതെ, ഈ പറഞ്ഞതിന് ഇയാൾക്കൊരു സമ്മാനം തരണമെന്നുണ്ട് എനിക്ക്. കൈക്കെന്ത് പറ്റിയെന്ന് സത്യാമ്മ ചോദിച്ചാ എന്ത് പറയും? ഉള്ള സത്യം പറയും. ശാലിനിയോട് അത്ര സ്നേഹം എന്തിനാന്ന് ചോദിച്ചാ അവള് വെറും പാവമാണ്. ഇനിയെങ്കിലും ഇയാളൊന്ന് സത്യം പറയും. കൈ സമയാവട്ടെ, ഞാനെല്ലാം പറയാം. അതുവരെ അമ്മ കാക്കൊന്നു തോന്നുന്നില്ല. സാരമില്ല, എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള ധൈര്യം മാത്രം എനിക്ക് കൂട്ട്. പിന്നെ ഇയാളും. എടോ, എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്നൊരു പരിഹാരം ഉണ്ടാക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പക്ഷെ
ഞാനേ പോവാ. എന്താ പ്രതി, എന്തുപറ്റി? എന്താ എന്താ മോളെ? എന്താ മോളെ? ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു അർജുനേട്ട. ഈശ്വര, അർജുൻ പ്രീതിയുടെ റൂമിലുണ്ട്. ഈ സമയത്ത് ഭാമയെങ്ങാനും വന്നാ എന്താ ഭാമ പെട്ടെന്ന് തിരികെ പോകുന്നത്? മീറ്റിംഗ് ക്യാൻസൽ ആയി രാഘവേട്ട. മിനിസ്റ്റർക്ക് ഒഴിവില്ലെന്ന്. രാഘവേട്ടൻ എന്താ ഒരു പരിഭ്രമം പോലെ? ഏയ് ഒന്നുമില്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ. പ്രീതി എവിടെ? എന്തേ? അവളുടെ റൂമിൽ എന്റെ മൊബൈലിന്റെ ചാർജറുണ്ട്, അതൊന്ന് എടുക്കാൻ വേണ്ടിയാ. നിന്നെ ഭാമ അവൾ ഉറങ്ങാൻ പറ്റുവാണെന്ന് തോന്നുന്നു. ഇച്ചിരി ചൂടുവെള്ളം ഇങ്ങടുത്തെ. സാരമില്ല മോളെ, ഇനി അങ്ങനെയൊന്നും തോന്നാതിരുന്നാ മതി. ഇല്ല അർജുനേട്ട, ഇനിയില്ല. ഇതിന്റെ പേര് വിഷ്ണുവിന്റെ ശാലിനി തമ്മിലുള്ള ഡിവോഴ്സ് വരെ എത്തി. അതുകൊണ്ട് ഞാൻ നമുക്ക് വേണ്ടി എന്തിനാ അവരുടെ ജീവിതം കൂടി ബലി കഴിക്കുന്നേ? അതാലോചിച്ചപ്പോ ഞാൻ എന്താ മോളെ ഇത്? ശാലിനി അത്ര ബുദ്ധിയില്ലാത്ത കുട്ടിയൊന്നുമല്ല. വിഷ്ണുവിന് അവൾക്ക് പ്രാണനെ പോലെ ഇഷ്ടമാ. അവൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും കാണാതെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല അർജുനേട്ട. പ്രീതി, പ്രീതി. അർജുനേട്ട, അമ്മ. മോളെ പ്രീതി, വാതില് തുറന്നേ. പ്രീതി, വാതില് തുറക്കാൻ. അയ്യോ അർജുനേട്ട, എന്ത് ചെയ്യും അർജുനേട്ട? ശരി, ഞാനിപ്പോ എന്താ വേണ്ടത്? പറയടാ,
എന്താ വേണ്ടതെന്ന്. ഉത്തരം ഞാൻ പറയാം. ശാലിനിയെ മടക്കി വിളിക്കണം. വിവാഹമോചനത്തിനുള്ള ശ്രമം അവസാനിപ്പിക്കണം. ഇയാളുടെ നാവായിരുന്നു തളരേണ്ടിയിരുന്നത്. അതെ അമ്മേ, ശാലിനി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ എന്തെങ്കിലും ചെയ്താ അത് ഈ വീടിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. അമ്മയ്ക്കോ അമ്മയുടെ അന്തസ്സിനോ കളങ്കം വരുന്ന ഒന്നും തന്നെ ശാലിനി ചെയ്യില്ല. ഓ, ഇവിടെ മറിച്ചൊരഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഇത് കുഴപ്പമാണല്ലോ. ആന്റി എന്താ ആലോചിക്കുന്നത്? നീ ശാരദയെ വിളിച്ചു പറ, നാളെ രാവിലെ ശാലിനിയും കൂട്ടി ഇങ്ങോട്ട് വരാൻ. അമ്മേ, സത്യമാണോ? ഭാമാൻഡി, സുസ്മിത മിണ്ടരുത്. എന്ത് കഷ്ടപ്പെട്ടാ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടത്. എന്നിട്ടിപ്പോ ഇപ്പോഴാ എന്റെ ഭാമ ശരിക്കും സത്യഭാമയായത്. ഇനി എല്ലാവർക്കും സമരം അവസാനിപ്പിക്കാം. വന്ന് ഭക്ഷണം കഴിക്കും. അടുക്കള ജോലിയിൽ ഒരു കൈ കൂടെ സഹായിക്കണം. അല്ല മോളെ, ശാലിനി പോയിട്ട് ഇതുവരെ വന്നില്ലേ? ഇല്ലമ്മേ, സിവിൽ സർവീസ് എക്സാമിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കുറുപ്പ് സാറിന്റെ അടുത്ത് പോയതല്ലേ. ചിലപ്പോ വൈകുന്നു പറഞ്ഞിരുന്നു. ഇനി അവളെ കൊണ്ട് കളക്ടറാവാൻ പറ്റൂടി? ഫെയിൽ ആയാലും വീണ്ടും എഴുതാമേ. ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസ് മെയിൻ എക്സാം കടന്നുകൂടുന്നവര് വളരെ കുറവാ. നീ എന്തായി പറയുന്നേ? ആകാൻ പറ്റുമോ ഇല്ലയോ? ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാ പറ്റുമെന്ന്. നീ ആ ഫോണിങ് എടുത്തേ. ഇങ്ങ കൊണ്ടുവാ. വിഷ്ണു ഏട്ടനാണല്ലോ. എന്തിനാ ഇപ്പൊ വിളിക്കുന്നത്? ചിലപ്പോ സത്യങ്ങൾ തുറന്നു പറയാനാണെങ്കിലോ? കുത്തിച്ചകഞ്ഞ് ചോദിച്ചിട്ടും പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ ഇതാ. ഹലോ. ശാരദ മാം, ശാലിനി എവിടെയാ? അവള് കുറുപ്പ് സാറിന്റെ അടുത്ത് പോയതാ. എന്തോ പുസ്തകങ്ങൾ വാങ്ങാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെന്ന്. അല്ല, ഞാനേ കുറെ തവണ വിളിച്ചു, ശാലിനി അറ്റൻഡ് ചെയ്യുന്നില്ല. എന്താ മോനെ വിശേഷം? അതാ മാം, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അമ്മ പറഞ്ഞു ശാലിനിയെ തിരികെ കൊണ്ടുവരാൻ. സത്യം? എന്താ അമ്മേ? ശാലിനിയെ കൊണ്ടുചെല്ലാൻ സത്യമ്മ പറഞ്ഞെന്ന്. അയ്യോ മോനെ, എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദ്യം എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു അമ്മേ. പക്ഷെ അമ്മ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് തന്നെയാ. ശാരദാമ്മയോട് ശാലിനിയെ കൂട്ടിക്കൊണ്ടുവരാനാ പറഞ്ഞത്. ആണോ? നാളെ രാവിലെ തന്നെ കൊണ്ടുവരണേ. ബാഗൊക്കെ ഇപ്പൊ തന്നെ ഒരുക്കി വെച്ചോളൂ. ശരി മോനെ. എന്തായാലും ശാലിനി നിരപരാധിയാണെന്ന് അമ്മയ്ക്കൂടെ ഒരു മനസ്സിലായല്ലോ. ഏത് ദൈവത്തിന്റെ കൃപയാണോ? വിളിക്കാത്ത ദൈവങ്ങളില്ല. അപ്പോഴേ ഞാനെന്നാ വെക്ക. ശാലിനിയോട് പറയണേ. ശരി മോനെ. കുഞ്ഞേച്ചി അറിഞ്ഞോ വിവരം? അവള് ഫോൺ എടുത്തില്ലെന്ന്. അപ്പോ നമുക്ക് തന്നെ ചേച്ചിയുടെ അടുത്ത് പൊട്ടിക്കാം ഈ ഗുഡ് ന്യൂസ്. ആളിങ്ങ് വരട്ടെ. എന്റെ ദേവി, എന്റെ കുഞ്ഞിതറിയുമ്പോ എന്ത് സന്തോഷാവും. പാലെവിടെ? പാലോ? ഒരു ഗ്ലാസ് പാല് കാണൂലേ? അയ്യോ, സാറിന് രാത്രി പാല് കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ? ഷോ, എനിക്ക് അറിയില്ലായിരുന്നു. എടോ, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ, അതറിയാവോ എനിക്ക്? ഞാൻ പോയി പാലെടുത്തിട്ട് വരാം. ഇനി അതെടുക്കാൻ പോകുന്നു വേണ്ട. അങ്ങനെയൊക്കെ ചില രീതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ.
ഈ ആദ്യരാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ ഒരു ഗ്ലാസ് പാല് പങ്കുവെച്ച് കുടിക്കുന്ന എന്തിനാണെന്നറിയാമോ? അറിയില്ല സർ. ഈ വിവാഹശേഷം ഭാര്യ ഭർത്താക്കന്മാരെ അവരുടെ സുഖവും ദുഃഖവും അടക്കം എല്ലാം ഒന്നുപോലെ പങ്കുവെക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണത്. ആ ബന്ധം പാല് പോലെ പരിശുദ്ധവും പവിത്രവുമായിരിക്കും. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു സർ. ആ നീ വന്നോ? ആ ഞാൻ വിചാരിച്ചു നീ ഇനി രാത്രിയൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലാന്ന്. അതെന്താ ആന്റി അങ്ങനെ? അല്ല, ഒരു ഭർത്താവിനെ കിട്ടിയാ പിന്നെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ആണല്ലോ. ഞാനും എന്റെ ഭർത്താവും. പിന്നെ എനിക്ക് സ്വർണം പണിയിപ്പിച്ചു തരാൻ ഒരാള് മാത്രം മതി ഈ ലോകത്തെന്ന്. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല ആന്റി. ആ കരുതാതിരുന്നാ നിനക്ക് കൊള്ളാം. എന്തൊക്കെ പറഞ്ഞാലും എന്നോട് സ്നേഹമുള്ളവനാ അവൻ. അതുകൊണ്ടല്ലേ എത്രയൊക്കെ പ്രേമം പറഞ്ഞിട്ടും ഞാൻ 30 പവൻ വേണോന്ന് പറഞ്ഞപ്പോ അവനും അതിനൊപ്പം നിന്നത്. നെഞ്ചൊന്ന് നന്നായി തടവിത്ത നല്ല വേദന. ഭർത്താവിനൊപ്പം കഴിയുക എന്നുള്ളതൊക്കെ ശരി തന്നെയാ. എന്നാലും എപ്പോഴും മുറിവാതിൽ അടച്ചുപൂട്ടി ഇരിക്കരുത്. ഇവിടാണ് വയ്യാത്ത 2 പേരുള്ളതാ. അയ്യോ, എപ്പോഴാ എനിക്ക് നെഞ്ചുവേദന വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ടൊരു നോട്ടം വേണം. ബോധം കെട്ടുകിടന്ന് ഉറങ്ങിക്കളയരുത്. അയ്യോ, എന്തെങ്കിലും ശബ്ദം കേട്ടാ ഇങ്ങോട്ട് വന്നൊന്ന് നോക്കണം. രാജീവിനെ കൂടി നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാ. ഇപ്പൊ വേദന കുറവുണ്ടോ ആന്റി? ആ ഇപ്പൊ ശകലം കുറവുണ്ട്. പക്ഷേ എപ്പോഴാ കൂടി വരിക എന്നറിയില്ല. നിനക്ക് പോയിട്ട് തിരക്കൊന്നുമില്ലല്ലോ? അല്ല, രാജീവ് സാർ അവിടെ ഒറ്റയ്ക്കല്ലേ? ഇന്നലെ വരെ അവനവിടെ ഒറ്റയ്ക്കായിരുന്നു. ഒരു കുഴപ്പവും വന്നില്ല.
കപട സ്നേഹമേ ഒരു വിഷമാണ്. ആ വിഷം കൊണ്ടാ ശാലിനി ഭർത്താവിന്റെയും ഇവിടെ ഉള്ളവരുടെയൊക്കെ കണ്ണു മൂടിക്കെട്ടിയിരിക്കുന്നത്. സത്യഭാമയുടെ മുന്നിൽ അത് വിലപ്പോവില്ല. ഒപ്പിടാൻ ശാലിനി, ഇനിയെങ്കിലും ഇയാൾ സത്യം പറ. സമയമായിട്ടില്ല വിഷ്ണുട്ടാ. ശാലിനി, ഇയാൾ എന്ത്? ഒപ്പിടേ. മോളെ, വിഷ്ണുവേട്ടനുമായി പിരിയാനുള്ള കരാറിൽ ശാലിനി ഒപ്പിടില്ല. ആര് മുമ്പിൽ വന്ന് ആവശ്യപ്പെട്ടാലും വിഷ്ണുവേട്ടനോ സത്യാമ്മയുടെ കുടുംബത്തിനോ അപമാനകരമായിട്ട് ശാലിനി ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു. അതിന് നീ മിണ്ടരുത്. നീ മോളെ മിണ്ടിപ്പോരുത്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നടിക്കായി. അവസരം മുതലാക്കാൻ ശ്രമിച്ചാ അടിച്ച് പല്ല് താഴെ ഇടിഞ്ഞ്. വെരി ഗുഡ് പെർഫോമൻസ്. സീനിന്റെ സെക്കൻഡ് ഹാഫില് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശാലിനി. അഭിമാനത്തിന് ക്ഷതമേറ്റ ചാരിത്രവതിയായ ഒരു നായികയുടെ ശബ്ദം. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ വേഷം നിനക്ക് ചേരില്ല. സത്യവും നീതിയും ധർമ്മവും കെടാവിളക്ക് പോലെ കാത്തു പരിപാലിക്കുന്നവർക്കേ അതിനുള്ള അർഹതയുള്ളൂ. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കുന്നു പറയുന്ന പോലെ നീ എന്തൊക്കെ നാടകമാടിയാലും ഈ ഡിവോഴ്സ് നടന്നിരിക്കും. നടത്തിയിരിക്കും ഈ സത്യഭാമ. എന്നാ സത്യാമ്മ എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടോ. 2 മാസം കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് ഇപ്പൊ വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധം ഒഴിയാൻ ആവശ്യപ്പെട്ട സത്യാമ്മയുടെ മുന്നിലേക്ക് തല ഉയർത്തിപ്പിടിച്ച് കയറി വരും ശാലിനി. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കുന്നെങ്കിൽ വരാം. സുസ്മിതേ. എന്താ ചേച്ചി, കുറച്ചുനാളായിട്ട് വിളിയും പറച്ചിലൊന്നും ഇല്ല. ഇവിടുത്തെ സാഹചര്യം ഇത്തിരി മോശം മോളെ. ഇത്രയും നാള് ഒരു അടിമയെ പോലെ എന്റെ കാൽ ചുവട്ടിൽ കിടന്നിരുന്ന ഗോപാലേട്ടൻ പത്തി വിരിച്ചു തുടങ്ങി. ശാരദയ്ക്കും മക്കൾക്കും എതിരെ എന്തെങ്കിലും നീക്കം നടത്തിയ അങ്ങേരെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ചേച്ചി ഇത്രയ്ക്ക് ഭീരുവാണോ? എടി പുലി പതുങ്ങുന്നതേ. ചുമ്മാ ഊള ഡയലോഗൊന്നും പറയാതെ ചേച്ചി പ്രവർത്തിച്ചു കാണിക്ക്. ആണിനെ വരുതിക്ക് നിർത്താൻ പറ്റാത്ത പെണ്ണിനെ എന്തിനു കൊള്ളാം, പ്രത്യേകിച്ചും ഭർത്താവിന്. എന്റെ അമ്മയുടെ മുന്നിൽ പേടിയോടെയും ഭയഭക്തി ബഹുമാനത്തോടെയും അല്ലാതെ എന്റെ അച്ഛൻ നിൽക്കുന്നത് ഞാനിന്നുവരെ കണ്ടിട്ടില്ല. അമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മയാ എല്ലാം. അച്ഛൻ വീട്ടിലുണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ട പ്രതാപം പതിയെ തിരിച്ചു പിടിക്കണം. ചേച്ചി ഈ സമയത്ത് ഡൗൺ ആയത് ഭയങ്കര കഷ്ടായിപ്പോയി. എന്തെല്ലാം നല്ല മുഹൂർത്തങ്ങളാ ചേച്ചിക്ക് നഷ്ടായിപ്പോയെന്നറിയോ? അതേതാ അത്ര നല്ല മുഹൂർത്തം? അത് കേട്ടാലേ ചേച്ചി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അങ്ങനെ ഞാൻ തുള്ളിച്ചാടണമെങ്കിൽ ശാലിനിയുടെയും ശാരികയുടെയും താലിച്ചരട് പൊട്ടണോടി. ശാരദാമ്മയുടെ കണ്ണീരടങ്ങരുത്. ശാരികയുടെ കാര്യം എനിക്കറിയില്ല. ശാലിനിയുടെ താലിച്ചരട് ഏതാണ്ട് പൊട്ടാറായിരിക്കുക. സത്യാണോ നീ പറയുന്നേ? ചേച്ചി കേൾക്ക്,
സിനിമയെ പോലും വെല്ലുന്ന ട്വിസ്റ്റാ ഇവിടെ ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. ഞാനാ പ്രഗ്നന്റ്. ശാലിനിക്കും വിഷ്ണുവിനും ഇടയിൽ ഇതുവരെ ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിട്ടില്ല. സത്യം? ശാലിനിക്ക് ഗർഭോ? വിഷ്ണു അവളുടെ ദേഹത്ത് തൊട്ടിട്ടുമില്ല. അടിച്ച് പുറത്താക്കിയില്ലേ ആ പാഴിനെ അവിടുന്ന്? എപ്പോഴേ പുറത്താക്കി. അതല്ലേ ഞാൻ പറഞ്ഞേ, ചേച്ചിക്ക് പല സുന്ദര മുഹൂർത്തങ്ങളും നഷ്ടമായെന്ന്. അപ്പോ ശാലിനി പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി. അമ്മേ, അമ്മേ, അല്ല ശാരികയുടെ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. അത് അമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതെ, അതിൽ പരാതി വല്ലതും ഉണ്ടോ നിനക്ക്? പരാതി ഒന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് ആഭരണങ്ങൾ എടുത്ത് കൊടുക്കണം. എന്തിന്? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഞങ്ങളുടെ മാരേജ് റിസപ്ഷനാ ഇന്ന് ഹോട്ടൽ ഇന്ത്യവരത്ത് വെച്ച് നടക്കുന്നേ. ശാരികയായിരിക്കും എല്ലാവരുടെയും സെന്റർ ഓഫ് അട്രാക്ഷൻ. അവിടേക്ക് എങ്ങനെയാ ഇങ്ങനെ? അത് നിന്റെ അഭിപ്രായമാണോ അതോ ഇവളുടെയോ? പറയടാ, ആരുടെയാ? ഇവളുടെ തല ചാരണ്ട, ഞാൻ തന്നെ ചോദിച്ചതാ. ആഭരണത്തിനൊന്നും വലിയ കഴമ്പുണ്ടായിട്ടല്ല. ലെക്ചർ രാജീവ് രംഗനാഥന്റെ ഭാര്യയ്ക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ അമ്മ കുറച്ച് കഷ്ടപ്പെട്ട് സമ്പാദിച്ചല്ലേ അത്. അപ്പൊ അവൾ അത് ഇട്ടോണ്ട് നടക്കട്ടെ എന്ന് കരുതി. ഇവളോട് കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ആഭരണങ്ങൾ വാങ്ങിയത്. അപ്പോ അവളതിൽ വിസമ്മതമൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോഴും ആരും വിയോജിപ്പൊന്നും പറയുന്നില്ല. ആ 30 പവനീന്ന് ഒരു മാലയും 2 3 വളയും കൊടുക്കാനേ പറയുന്നുള്ളൂ. ആ, അതിന്നൊരു മൊട്ടുകമ്മല് പോലും അമ്മ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം സുരക്ഷിതമായി ബാങ്കിന്റെ ലോക്കറിലുണ്ട്. സമയം വൈകിന്നല്ലേ പറഞ്ഞു. സാർ വാ, പോയിട്ട് വരാം ആന്റി. പിന്നെ 4 ആള് കാണട്ടെ, കുടുംബശ്രീ ശാരദയുടെ മോളുടെ ഭർത്താവിനെ. ശാലിനിയുടെ കത്തെങ്ങനെ ഇവിടെ വരുന്നേ? അവൾ അഡ്രസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു ഒപ്പിട്ട്. കത്തിനെന്തിനാ ഒപ്പ്? ഇത് രജിസ്റ്റേർഡാ മാഡം. രജിസ്റ്റേർഡോ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC. ആ, എന്തായാലും പൊട്ടിച്ചു നോക്കിയ സംശയം തീരുമല്ലോ. സംശയം ശരിയായല്ലോ. സിവിൽ സർവീസ് മെയിൻ എക്സാമിനുള്ള ഹാൾ ടിക്കറ്റ്.
ദൈവം ഇപ്പൊ എന്റെ കൂടെ നടക്കുക ശാലിനി. അല്ലെങ്കിൽ ഈ ഹോൾ ടിക്കറ്റ് എന്റെ കയ്യിൽ തന്നെ വന്ന് പെടുവോ? ഈ ഹോൾ ടിക്കറ്റ് ഇല്ലാതെ നീ എങ്ങനെ പരീക്ഷ എഴുതുമെന്ന് എനിക്കൊന്ന് കാണണം. നിന്റെ IAS സ്വപ്നങ്ങൾ ഈ മുറ്റത്ത് 100 കീറി അഴുക്ക് ചാലിലേക്ക് ഒഴുകാൻ പോവാ. ഒരു ശാലിനി IAS. സുസ്മിത, വിഷ്ണുവേട്ടനോ? വിഷ്ണുവേട്ടനല്ല, വിഷ്ണു. എന്താ നിന്റെ കയ്യില്? അതൊരു കത്താ. നോക്കട്ടെ. എനിക്ക് കിട്ടിയ കത്തെന്തിനാ വിഷ്ണുവേട്ടൻ നോക്കുന്നേ? തരാനല്ല പറഞ്ഞേ. അങ്ങനെ ഇപ്പൊ തരുന്നില്ല. ഒരൊറ്റ വീക്കോന്നോടല്ലോ. UPSC നിനക്കാരടി കത്തയക്ക്? ചത്തുപോയി നിന്റെ മുത്തച്ഛ ഉദയമാനുന്റെ ആക്രിക്കട അതിന്റെ അകത്തായിരുന്ന. ഇതാണല്ലേ നിനക്കുള്ള കത്ത്? വിഷ്ണുവേട്ടാ, അത് ഞാൻ എനിക്കുള്ള കത്താന്ന് കരുതി പൊട്ടിച്ചതാ. എടി, ഇതുപോലൊരു ലെറ്റർ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നീ ഒരു 100 ജന്മം ജനിച്ച പോരാ. കഴുതയ്ക്ക് എത്ര മേക്കപ്പ് ഇട്ടല്ല അത് കുതിരി ആവില്ലടി. വിഷ്ണുവേട്ടാ, ഞാൻ കേറിപ്പൊടിയത്ത്. ടൈറ്റ് ആണോ? ഏയ്, ഇത് ബട്ടന്റെ ഇവിടെ എന്തോ ഒരു മാറി, ഞാനൊന്ന് നോക്കട്ടെ. ഇത് ബട്ടൺ ഹോൾ ചെറുതാ. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യാ? അതൊരു അന്താരാഷ്ട്ര പ്രശ്നമൊന്നും അല്ല കേട്ടോ. ഞാനേ ഇപ്പൊ ശരിയാക്കി തരാം. ശരിയാ. ഇത്ര പെട്ടെന്ന് ശരിയാക്കണ്ടായിരുന്നു. അല്ല, ഇതൊക്കെ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നാ ഞാൻ കരുതിയത്. അതാ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഈ ബട്ടൺ ഇടണ്ടേ? വേണ്ട, അത് അങ്ങനെ തുറന്നു കിടന്നോട്ടെ. ഇത്തിരി റൗഡിസം ഒക്കെ ആണുങ്ങൾക്കൊരഴക. ഞാൻ വിലക്കിയാലും വിഷ്ണു ശാലിനിയെ കാണാൻ പോവല്ലേ. അവള് ജീവനോടെ ഉള്ളിടത്തോളം കാലം എനിക്ക് സമാധാനം കിട്ടില്ല. അവളെ എന്നേക്കുമായി ഒന്ന് ഒഴിവാക്കി കിട്ടാൻ ഡയലോഗ് പറഞ്ഞത് ഏതായാലും നന്നായി.
അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സത്യാമ്മയുടെ ഫോൺ എടുത്ത് മിമിക്രി നടത്തുകയാണോ എന്ന് സംശയിച്ചേനെ ഞാൻ. ഇപ്പൊ സത്യാമ്മയാണെന്ന് ഉറപ്പായി, അതും ഫുൾ ഫോമില്. സത്യഭാമയുടെ ഫുൾ ഫോം നീ ഇതുവരെ കണ്ടിട്ടില്ല. അത് നിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാ വിളിച്ചത്. എന്താ സത്യാമ്മേ, കാര്യം പറയൂ. നാളെ നമുക്ക് നേരിട്ടൊന്ന് കാണണം. കാണാലോ. സമയവും സ്ഥലവും ഞാൻ നിശ്ചയിക്കും. നിശ്ചയിച്ചോളൂ. സ്ഥലം ആൽത്തറ അമ്പലം, സമയം രാവിലെ കൃത്യം 11:30. ശരി, ആയിക്കോട്ടെ. മറക്കണ്ട. പിന്നെ വേറൊരു കാര്യം, ഇത് മറ്റാരും അറിയണ്ട. ഇത് നമ്മൾ തമ്മിൽ മാത്രമുള്ള ഇടപാടാ. ശരി, ഞാൻ ഫോൺ വെക്കുക. അപ്പോ നാളെ രാവിലെ 11:30 ആൽത്തറ അമ്പലം. അവളുടെ ഒരു പരിഹാസം. ആരംഭത്തേനിമ്പത്തൂ മിന്നൽ കൊള്ളുന്നേ, മാറത്തൊരു ഹാലത്തിൻ പീലിക്കെട്ടഴിയുന്നേ, ആലക്കുട മേഘക്കുട ആകാശം നിറയുന്നേ, ജാറം മുത്താനന്ദ പാൽ വെള്ളി നിലാവൊളിയേ. ഇവിടെ ചങ്ങലക്കിടാറായെന്ന് തോന്നുന്നു. അങ്കിൾ, ഒരു ലഡു എടുക്ക്. എന്നെ കൊല്ലാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ നീ? എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിയാനെ ഞാൻ പഞ്ചസാര പാനി കൊടുത്ത് കൊന്നേനെ. നീ എന്താ ആലോചിക്കുന്നത്? സോറി അങ്കിൾ. അല്ല, പ്രീതിക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ, ഒരെണ്ണം എടുക്ക. എനിക്ക് ജ്യൂസാ സുസ്മിത ഇഷ്ടം. പപ്പായോ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവാ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി. വേണ്ടെങ്കി വേണ്ട. ഹലോ, വിഷ്ണുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? വാ, ഒരു ലഡു എടുക്ക്. വരാൻ. ആരംഭത്തേനിമ്പത്തൂ മിന്നൽ കൊള്ളുന്നേ. മിന്നലല്ല, നീ എന്റെ കയ്യിന്നാ കൊള്ളാൻ പോകുന്നേ. ചൂടാവല്ലേ വിഷ്ണുവേട്ടാ. ലഡു എടുക്ക്, ഞാൻ ഉണ്ടാക്കിയതാ. അതന്നെ കുഴപ്പം. ഒന്ന് പറയുന്നു, നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലേ ഉറപ്പായിട്ട് അതിൽ വിഷം പൊരുള്ളൂ. കാൽനകം മുതൽ മുടി വരെ വിഷമല്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇന്നത്തെ ദിവസം അതെനിക്ക് ഏശില്ല. ഇന്ന് എനിക്ക് ആഘോഷിക്കാനുള്ള ദിവസാ. ആന്റി ഒന്നിങ്ങ് വന്നോട്ടെ. പൊടി പൂരാവും, പിന്നെ പൊടി പൂരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.